വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുപടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. സീറ്റ് വിഭജന ചർച്ചകളൊക്കെ മുന്നണികളിൽ ഇങ്ങനെ സജീവമായി നടക്കുന്ന സമയം. അതിനിടയിലാണ് കോൺഗ്രസിൽ UDF-ൽ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണ്. 4 സീറ്റുകൾ ഏറ്റെടുക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ സമ്മതിക്കില്ല എന്ന് ജോസഫ് ഗ്രൂപ്പ് പറയുന്നു. അതിൽ തന്നെ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്ന് ഇടുക്കിയാണ്. അത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം എന്ന് പറയുന്നത്. വിവരങ്ങളുമായി അഖിൽ ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഇടുക്കിയിൽ കോൺഗ്രസിനുള്ളിലും കേരള കോൺഗ്രസിനുള്ളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അഖിൽ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഫ്രെയിമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു അല്ലേ? ഏതായാലും ആരോഗ്യ വിഷയങ്ങൾ നമുക്ക് വാർത്തയ്ക്ക് ശേഷം പറയാം. എന്താണ് അഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സീറ്റുകൾ ഏറ്റെടുക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്, ജോസഫ് ഗ്രൂപ്പിൻ്റേത്. അതിൽ തന്നെ കോൺഗ്രസ് ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് ഇടുക്കിയാണ്. മറുഭാഗത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട് എങ്ങനെയാണ്? മനു, തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു 10 സീറ്റിലാണ് 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. എന്നാൽ ആ സീറ്റ് 8ആയി ചുരുക്കിക്കൊണ്ട് 4 സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 സീറ്റുകളെന്ന് പറയുന്നത് നിലവിലെ മന്ത്രിയായ VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ സീറ്റും ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ കാലങ്ങളായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കി സീറ്റുമാണ്. ഇടുക്കി സീറ്റ് ഏറ്റെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി നടത്തുന്നുണ്ട്. DCC അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരെ നൽകിയതാണ് ആ ഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറുകയാണ്. ഒരു കാരണവശാലും ഇടുക്കി സീറ്റ് വിട്ട് നൽകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുള്ളത്. ഈ സീറ്റ് വിട്ട് നൽകില്ല എന്നതിൻ്റെ അപ്പുറത്ത് തന്നെ മത്സരിക്കാനുള്ള നിർദ്ദേശം KPCC നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1/2 ഡസനോളം നേതാക്കൾ തന്നെ മത്സര രംഗത്തിറങ്ങാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് UDF-ന്റെ ജില്ലാ ചെയർമാനും കട്ടപ്പന നഗരസഭയുടെ ഇപ്പോഴത്തെ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴി, മറ്റൊരാൾ DCC ജനറൽ സെക്രട്ടറിയായ ബിജോ മാണി, മറ്റൊരാൾ മുൻ MLA കൂടിയായ EM അഗസ്തിയാണ്. EM അഗസ്തി നമുക്കറിയാം കട്ടപ്പന നഗരസഭയിലേക്ക് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. ആ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ് അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയാണോ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് അനുനയിപ്പിച്ച് തിരികെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഇടുക്കി സീറ്റ് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനത്തിന് പേരിലാണ്. അത്തരത്തിൽ കേരള കോൺഗ്രസിൻ്റെ പക്കലിരിക്കുന്ന ഇടുക്കി സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു ആളുകളെ മത്സരിപ്പിക്കാൻ രംഗത്തിറക്കുന്നതിനുള്ള നടപടികളാണ് നിലവിൽ കോൺഗ്രസ് നടത്തുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനായി കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലങ്ങളായി ഇടുക്കി ജില്ലയിൽ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ പോലും മത്സരിച്ചിട്ട് ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി കോൺഗ്രസിന് നിലവിൽ ഇടുക്കി ജില്ലയിൽ MLA-മാർ ഒന്നും തന്നെയില്ല. കേരള കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിൽ ഏറ്റെടുത്തൊരു മണ്ഡലമായിരുന്നു ഉടുമ്പൻചോല. എന്നാൽ 25 വർഷത്തോളമായി ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ പോലും ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 3 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് നിലവിൽ ഇടുക്കി ജില്ലയിൽ മത്സരിക്കുന്നത്: ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട്. ഈ 3 മണ്ഡലങ്ങളിലും ദയനീയമായ പരാജയങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ മാറ്റുരയ്ക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി എന്ന് പറയുന്നത്. തങ്ങളുടെ ശക്തി കാണിക്കാനായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കരുതി വെക്കുന്നൊരു മണ്ഡലം കോൺഗ്രസിന് വിട്ടു നൽകുന്നത് കൊണ്ട് കൂടി തങ്ങളുടെ ശക്തി ക്ഷയിച്ചു എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വരുമെന്നുള്ളൊരു ആശങ്ക കൂടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇടുക്കി ജില്ല കടന്നു പോകുന്നത്. 23-ാം തീയതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടുക്കി ജില്ലയിലേക്ക് യാത്ര പ്രവേശിച്ച് കഴിയുമ്പോൾ അറിയാം പുതുയുഗ യാത്രയാണോ അതോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഇടുക്കി എന്ന മണ്ഡലത്തിലെ യുഗം അവസാനിപ്പിക്കാനുള്ള യാത്രയാണോ എന്നുള്ളത്. അത്തരത്തിൽ വളരെ കലുഷിതമായ സാഹചര്യത്തിലാണ് നിലവിൽ ഇടുക്കിയിലെ രാഷ്ട്രീയ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. ശരി, ഓക്കെ. ഏതായാലും ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം ആ രീതിയിൽ കലുഷിതമാകുന്നു UDF-നുള്ളിൽ എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസും സീറ്റ് കൊടുക്കില്ല എന്ന് ജോസഫും പറയുന്നു. ഓക്കെ, ശരി അഖിൽ.